ഇനി ഈ വിഷയത്തിലും ഇന്ന് നമ്മൾ കാന്തപുരം ഉസ്താദിനെ കൊണ്ടുവരാൻ പോവാണ്. എന്നാ പിന്നെ അതിലിങ്ങനെ വാദിച്ച് നിങ്ങൾ നിൽക്കണ്ടല്ലോ. എടുക്ക്, നമ്മൾ 60-ാം വാർഷിക സോവനീർ, അതാ സമസ്തയുടെ 60-ാം വാർഷികം 1985. 85 കാരണം ഞാനൊക്കെ അന്ന് ജനിച്ചൊരു 5 വയസ്സായിട്ടേ ഉണ്ടാവുള്ളൂ. അതില് അന്ന് ശംസുലുലമയാണ് സെക്രട്ടറി, സമസ്ത ഭിന്നിച്ചിട്ടില്ല. ഈ സോവനീറിൽ ശംസുലുലമയുടെ കഴിയെഴുത്തിൽ തന്നെ അവിടുത്തെ സന്ദേശമുണ്ട്. അതിന്റെ പേജ് ഒന്ന് കാണിച്ചു കൊടുക്ക്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി, അതാ ഇക്കെ ഉസ്താദാണ്, ഇക്കെ അബൂബക്കർ മുസ്ലിയാർ ഒപ്പ് കണ്ടില്ലേ? അതിൽ എഴുതിയിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും മഹത്തുക്കളായ അവിടുത്തെ സ്വഹാബത്തും കാണിച്ചു തന്ന മാർഗം അതാണ് യഥാർത്ഥ ഇസ്ലാം. ഈ മാർഗം രാജ്യത്തെ ജനങ്ങൾക്ക് വ്യക്തമായും കാണിച്ചു കൊടുത്ത പ്രസ്ഥാനം അത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഒന്ന് മാത്രമാണ്. അതാണ് ഇക്കെ ഉസ്താദിന്റെ സമസ്ത. അതിലിങ്ങനെ മറിച്ചാൽ ഇതിലൊരു ലേഖനം കാണാ, നമ്മുടെ തൗഹീദ്, നമ്മുടെ തൗഹീദ്. എടുക്കെടുക്ക്, കണ്ടില്ല നിങ്ങൾ, നമ്മുടെ തൗഹീദ്. ആരാ ലേഖകൻ? അത് അപ്പുറത്തെ പേജിന്റെ നേരെ മുകളിൽ നോക്കിക്കോളൂ. ലേഖകൻ AP അബൂബക്കർ മുസ്ലിയാർ, കാന്തപുരം. ആളറിയാലോ. 1985 നമ്മുടെ തൗഹീദ് ഉസ്താദ് എഴുതുകയാണ്. അതിൽ ആ ഭാഗം മാത്രം എടുത്തിട്ടുണ്ട്. അതിന് മാത്രം ഒന്ന് വായിച്ചു നോക്കാം. ഇനി ഇങ്ങനെ ഓരോന്നിനും ചോദിച്ചു വരണ്ട. മാലിക്കുൽ മുൽക്ക് എന്ന് പറയാൻ പറ്റോ, റഊഫ് എന്ന് പറയാൻ പറ്റോ, റഹീം എന്ന് പറയാൻ പറ്റോ, പടച്ചോന് എന്ന് പറയാൻ പറ്റോ? അതാ ഖാലിഖ്. അതൊക്കെ അല്ലേ വലിയ ഇഷ്കാല്. എന്നാ കേട്ടതിൽ പറയാ, അള്ളാഹുവിന് 5000-ഓളം അറിയപ്പെട്ട വിശേഷണ നാമങ്ങളുണ്ട്. അതിൽപ്പെട്ടതാണ് വലിയ, നസീർ, മുഗീസ്, മുഈന് തുടങ്ങിയ നാമങ്ങൾ. അല്പാൽപ്പം വ്യത്യാസമുണ്ടെങ്കിലും മൊത്തത്തിൽ സഹായിക്കുന്നവരെന്നാണ് ഇവിടെ അർത്ഥം. അള്ളാഹുവിന്റെ വിശേഷണം സൃഷ്ടികളിൽ വിശേഷിപ്പിക്കുമ്പോൾ അവരെ അള്ളാഹുവിനോട് തുല്യപ്പെടുത്തലാണെന്നും അതിനാൽ അവന്റെ സൃഷ്ടികളോട് സഹായം തേടാൻ പാടില്ലെന്നുമാണ് അല്പജ്ഞാനികളുടെ വാദം. ഈ വാദത്തിന് നിലനിൽപ്പില്ലെന്നും ഇത് അടിസ്ഥാനരഹിതമാണെന്നും ബുദ്ധിയുള്ള ഏതൊരാൾക്കും മനസ്സിലാക്കാവുന്നതാണ്. ബുദ്ധി വേണം, മന്ദബുദ്ധിയെങ്കിലും ആവണം, ഏറ്റവും ചുരുങ്ങിയത്. നിയൽവാദിയായ കിട്ടൂല. എന്നിട്ട് പറയണം, അടുത്ത പോയിന്റ് ശ്രദ്ധിച്ചോ. ഇതിവിടെ APLരെ കൊണ്ട് ഞങ്ങൾ ഖത്മ ചെയ്യാൻ പോകും. അയാൾ പറയാ, അള്ളാഹുവിന്റെ നാമങ്ങളിൽ അള്ളാഹ്ക്ക് 5000-ഓളം ഉണ്ട് എന്നാ പറഞ്ഞു. ആ നാമങ്ങളിൽ അല്ലാഹു, റഹ്മാൻ എന്നീ 2 പേരുകൾ സൃഷ്ടികൾക്ക് നൽകാനോ വിളിക്കാനോ പാടുള്ളതല്ല. അപ്പൊ സൃഷ്ടികൾക്ക് നൽകാൻ പാടില്ല അല്ലാഹ് എന്നുള്ള പേര്, റഹ്മാൻ എന്ന പേര്. ഇനി കേട്ടോ, മറ്റുള്ള ഏത് നാമവും സൃഷ്ടികളിൽ ഉപയോഗിക്കാം. പക്ഷേ ഉപയോഗിക്കുന്നവരുടെയും ഉപയോഗിക്കപ്പെടുന്നവരുടെയും സ്ഥിതിയും സന്ദർഭവും അനുസരിച്ച് അർത്ഥങ്ങൾ വ്യത്യാസപ്പെടുന്നു. അപ്പൊ നീ കഴിച്ചില്ലായല്ലോ. അസ്മാഉൽ ഹുസ്ന എടുക്ക്. അസ്മാഉൽ ഹുസ്ന അങ്ങനെ വായിച്ചു നോക്കിയാൽ അതിൽ നമുക്ക് കാണാം, ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവർ റഹ്മാനുർ റഹീം. അല്ലേ? അൽ മലിക്കുൽ ഖുദ്ദൂസുസ് സലാമുൽ മുഅ്മിനുൽ മുഹൈമിനുൽ എന്നിങ്ങനെ പറഞ്ഞിട്ട് അസീസുൽ ജബ്ബാറുൽ മുതകബ്ബിർ അൽ ഖാലിഖ്. അൽ ഖാലിഖ്, പടച്ചവൻ, സൃഷ്ടിച്ചവൻ എന്നത് അള്ളാഹുവിന്റെ വിശേഷണമാണ്. സമസ്തയുടെ 60-ാം വാർഷിക സോവനീറിൽ AP ഉസ്താദ് പറയുന്നു, അല്ലാഹ്, റഹ്മാൻ എന്ന വിശേഷണങ്ങൾ ഒഴികെ, അത് പറ്റൂല്ലേ എന്ന് വേറെ ചർച്ച ഉണ്ട് കേട്ടോ, മൂപ്പര് പറഞ്ഞ ഞാൻ പറയാൻ, അത് അല്ലാഹ് എല്ലാത്തവർക്ക് നൽകുന്നതിന് കുഴപ്പമില്ല. അപ്പൊ ഖാലിഖ് എന്ന പടച്ചവൻ എന്ന വിശേഷണം അത് മറ്റൊരാൾക്ക് നൽകിയത് കൊണ്ടൊന്നും സംഭവിക്കാൻ പോണില്ല. സന്ദർഭമനുസരിച്ച് അർത്ഥം വെച്ചു കൊടുത്താൽ മതി. അതുകൊണ്ടാണ് ഖുർആനിൽ ഖാലിഖ് എന്ന വിശേഷണം ഈസ നബിക്ക് കൊടുത്തിട്ടുണ്ട്. മുജാഹിദുകളെ, ഞാൻ കഴിഞ്ഞ ഒരു പ്രസംഗത്തില് കൊയിലാണ്ടി നാണെന്ന് തോന്നുന്നു, പേരോടിന്റെ ഒരു ക്ലിപ്പിട്ടു. പേരോടിന്റെ ആളുകൾ മൗലാന പേരോട് എന്ന് പാടുന്നു. മൗലാന എന്ന് പറഞ്ഞാൽ അള്ളാന്റെ വിശേഷണമാണ്. അന്ത മൗലാന, അന്ത എന്നുള്ള ലമീർ നീ കുറ്റാടിക്കല്ലേ അള്ളാഹുവിലേക്കാ.
അപ്പൊ അന്ത മൗലാന എന്ന് പറയുന്ന മൗലാന, ഞങ്ങളെ രക്ഷിതാവ്, അത് പേരോടിന് മൗലാന ആകാമെങ്കിൽ മടവൂര് ശൈഖുനാക്ക് പടച്ചോനും ആകാം, അതിനെന്താ കുഴപ്പമെന്ന് ചോദിച്ചിരുന്നു ഞാൻ. അതിൽ ആ പടച്ചോനാകാന്നുള്ള മാത്രം എടുത്തിട്ട് ജമാഅത്തെ ഇസ്ലാമിക്കാരനും വഹാബിയും നിയൽവാദിയും എല്ലാവരും കൂടി കുല്ലുഹുമജോൻ വരെയാണ്. കാന്തപുര മുസ്ലിയാരെ മറുപടി, റഹ്മാൻ അല്ലാ എന്നതല്ലാത്ത എല്ലാ വിശേഷണവും അതിൻ്റെതായ അർത്ഥത്തിൽ സൃഷ്ടികൾക്ക് കൊടുക്കാം. അപ്പൊ ഈസാ നബി ഖാലിക്കാന്നല്ല പറഞ്ഞ്, ഇന്നീ അഖ്ലുഖുലക്കും, ഞാൻ നിങ്ങൾക്ക് പടച്ചു തരും. പടക്കുന്ന ആൾക്കാടോ പടച്ചോനെന്നറിയാം. അപ്പൊ ഈസാ നബി എങ്ങനെ പടച്ചോനായത്? ആ ഹൽക്കിനൊരു മയനുണ്ട് അള്ളാന്റെ ഹക്കിൽ. അതേതാ? അദമിൽ നിന്ന് വുജൂദിലേക്ക് കൊണ്ടുവരിക, അതാണ് അള്ളാഹുവിന്റെ ഹക്കിൽ ഹൽക്ക്. ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടാക്കുക, അത് അള്ളാഹ്ക്കേ കഴിയൂ. അതേ സമയത്ത് ഈസാ നബി ഹൽക്ക് ചെയ്തു എന്ന് പറഞ്ഞാൽ തസ്വീർ ചെയ്തു, രൂപകൽപ്പന ചെയ്തു. അപ്പൊ ആ അർത്ഥത്തിലാണ് ആള് മാറുന്നതിനനുസരിച്ച് മാറാന്നല്ലേ ഇതിൽ പറഞ്ഞേ. അപ്പോ മശായിഖന്മാരെ കുറിച്ച് വല്ലവരും അങ്ങനെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇവിടെയുള്ള ഈ ഹൽക്കെല്ലാം ഹൽക്കായി വരാൻ സബബായി വന്നവരാണ് കാലഘട്ടത്തിൽ അസ്ഹാബുൽ വക്തുകളായ മഹരഥന്മാർ. ആ അർത്ഥത്തിൽ മാലിക്കുൽ മുൽക്ക്, ഖാലിക്ക്, ഇതൊക്കെ അവരെ കുറിച്ച് പറയാം. അത് പറയാമെന്ന് എഴുതി വെച്ചത് സമസ്ത ഭിന്നിക്കുന്നതിന് മുമ്പ് പ്രസിദ്ധീകരിച്ച സോവനീറിൽ AP ഉസ്താദിന്റെ വലിയ ലേഖനം. നീ എന്താ അങ്ങക്ക് പറയാനുള്ളത്? ഞങ്ങൾക്കൊന്ന് കേൾക്കാൻ ഒരു താല്പര്യമുണ്ട്, ഒന്ന് പറയുന്നത്. അതെല്ലാവർക്കും അറിയാം. അല്ലാഹ് മാലിക്കുൽ മുൽക്കായ പോലെ വേറെ ആരെങ്കിലും ആവോ? എന്താ നിങ്ങൾ ഈ പറയണത്? അല്ലാഹ് ആരാ നിങ്ങൾക്ക്? അതല്ലേ മറ്റേ ചങ്ങായി ചോദിച്ചത്, എല്ലാം റസൂലാണെങ്കിൽ പിന്നെ അള്ളാഹ്ക്ക് എന്താ പണിയും?